ഇസ്രായേലും ഇറാനുകളുടെ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ലോകത്തുള്ള ഒരുവിധപ്പെട്ട എല്ലാവരും ആഗ്രഹിക്കുന്നതും തീർന്നു കിട്ടിയാൽ മതി. കാരണം ലോകത്തിന് മൊത്തം ഒരു ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിന്. അപ്പോൾ ബഹ്റൈനിൽ ഇന്ന് മുതൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് എന്താ പറയുക, അമേരിക്ക ഇറാനെ കയറിയിട്ട് ആക്രമിച്ചത്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ, പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ, അപ്പോൾ ഫോർഡോ, നദാൻസ്, എസ്ഫഹാൻ. അപ്പോൾ ഇതാണല്ലോ ഇപ്പം ഇറാൻ അണുവായുധം നിർമ്മിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പം അടി തുടങ്ങിയത്. അവിടെ കയറിയിട്ട് ഇസ്രായേൽ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ടുമായിട്ട് അമേരിക്ക കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറക ഇറാൻ സപ്പോർട്ടായിട്ട് ഇപ്പോൾ റഷ്യയും ചൈനയും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി ഓരോടി ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം സെറ്റായി. വല്ലാത്തൊരവസ്ഥ തന്നെ. ഈ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ട്രംപ് വരുന്നതിന് മുന്നേ ബൈഡൻ ആയിരുന്നു. ബൈഡൻ ആയ സമയത്ത് ട്രംപ് വരുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഒരു പ്രാന്തനാണ്. അപ്പോൾ ബൈഡൻ ആയ സമയത്ത് ഗാസയിലൊക്കെ നല്ല അടി ഉണ്ടായിരുന്നു. പക്ഷെ ഗാസയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി കുറേയൊക്കെ 2 വർഷം വേറെ പുറത്തേക്കൊന്നും അടി ഉണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഏത് അമ്മക്കായാലും അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, പഴഞ്ചൊല്ലുണ്ടല്ലോ, അതേമാതിരിയാണ് ഈ അമേരിക്കയിൽ ആര് വന്നു കഴിഞ്ഞാലും, അമേരിക്കയിൽ ഏത് ചങ്ങായി പ്രസിഡന്റായി വന്നു കഴിഞ്ഞാലും വേൾഡിന് മൊത്തം നഷ്ടമാണ്. അവര് ലോക പോലീസാണ്. അപ്പോൾ ഇതെങ്ങനെ ഒന്ന് ഒത്തുതീർപ്പാകുന്നതിന് മുന്നേ തന്നെ കയറിയിട്ട് എന്താക്കിയിട്ടുണ്ട്, അണുവായുധത്തിൽ കയറിയിട്ട് ആണവ കേന്ദ്രങ്ങളും, പ്രധാനപ്പെട്ട ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലാണ് ബങ്കർ ബ്ലാസ്റ്റർ എന്താ പറയുക, വിമാനം, അങ്ങനെ ഒരു ഭയങ്കര സംഭവം ഉണ്ടല്ലേ, അമേരിക്കൻ്റെ ഏറ്റവും വലിയ സാധനം, അത് കൊണ്ടുപോയിട്ടാണ് അടിച്ചത്. അപ്പം എല്ലാ ആണവ കേന്ദ്രങ്ങളും തകർത്തെന്നാണ് അമേരിക്ക പറഞ്ഞത്. വല്ലാത്തൊരവസ്ഥ കേട്ടോ. അപ്പം ഇതിനിടയിൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പുള്ളി നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട്. പുള്ളി നേരെ ഇറാന്റെ പ്രസിഡന്റിനൊക്കെ വിളിച്ചിട്ട് സമാധാനം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴെ വന്നാലും മോശമായിട്ട് കമന്റ് ചെയ്യേണ്ട. പുള്ളി ചെയ്ത നല്ലൊരു കാര്യം തന്നെയാണ്. മോഡി ഇറാന്റെ പ്രസിഡന്റാണ്, ഇറാന് എന്തായാലും പ്രസിഡന്റിനോട് സംസാരിച്ചിട്ട് സമാധാനം വേണമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും UN ഒക്കെ തന്നെ ഈ അമേരിക്കൻ്റെ ഈ കടുത്ത നടപടിക്കെതിരെ പ്രതിഷേധമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും അമേരിക്ക നിർത്താനൊന്നും പോകുന്നില്ല. അമേരിക്ക ഇപ്പോൾ എന്താ പറയുക, ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്നൊരു തീയിലകത്ത് കുറച്ചും കൂടെ പെട്രോൾ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക, അതല്ലേ ചെയ്യാൻ പറ്റും. ഇവര് നിലനിൽക്കണമെങ്കിൽ ഇവർക്ക് എന്താ പറയുക, ഈ ആയുധങ്ങൾ വിൽക്കണ്ടേ. ഇസ്രായേലിന് ആയുധം കൊടുക്കുന്ന ഇവരായിരിക്കൂലേ, ഇസ്രായേലിൻ്റെ അടുത്ത് ഉണ്ടാവും. അതിൻ്റെ കൂടെ അമേരിക്കൻ്റെ സാധനമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാൾ കത്തുമല്ലോ. വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ.